ലോകമെമ്പാടും മോളുകൾ സൃഷ്ടിച്ചുകൊണ്ട് മലയാളിയുടെ അഭിമാനമായി മാറിയ ആളാണ് യൂസഫ് അലി. ഒട്ടുമിക്ക ജില്ലകളിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ മോളുകൾ തുറന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ തൃശ്ശൂരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു മാൾ തുറക്കാനായിട്ട് പലവിധ പ്രതിസന്ധികൾ നേരിടുന്നു. അപ്പോൾ നാട്ടുകാർ തന്നെയാണോ എതിര് നിൽക്കുന്നത്, അതോ രാഷ്ട്രീയ പാർട്ടിയുടെ തമ്മിലടിയാണോ എതിര് നിൽക്കുന്നത്? വലിയ ചർച്ചയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും വലിയ ചർച്ചയാണ്. ഇന്നിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വരെ എത്തിയ പ്രശ്നം. ഈ യൂസഫ് അലിയുടെ ലോകം മുഴുവനുള്ള ഹൈപ്പർ മാർക്കറ്റുകളുടെ വലിയ നെറ്റ്വർക്കാണല്ലോ, നൂറുകണക്കിനല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മിക്കവാറും അദ്ദേഹം ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പിടിച്ചു. ഇപ്പോൾ ഈ GCC രാജ്യങ്ങളൊക്കെ തന്നെ കടന്ന് അദ്ദേഹം ഇപ്പോൾ സ്വന്തം നാട്ടിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. UP വന്നു, കേരളത്തിലെ നഗരങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തുന്ന ശ്രമം ഇപ്പോൾ കൊച്ചിയിൽ വന്നു, കോഴിക്കോട്ട് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമം സ്വന്തം നാട്ടിൽ, ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ തൃശ്ശൂരിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതുവരെ മാള് വന്നിട്ടില്ല, ലുലു മാള് വന്നിട്ടില്ല. തൃശ്ശൂരിൽ അദ്ദേഹം വൻകിട പ്രോജക്റ്റുകൾ പലതും മുന്നോട്ട് കൊണ്ടുവന്ന് നിർദ്ദേശം വെച്ചുവെങ്കിലും സ്വന്തം നാട്ടിൽ മാത്രം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം വലിയ ഹോസ്പിറ്റൽ പദ്ധതി, എറണാകുളത്ത് വരെ അദ്ദേഹത്തിന് ഈ ലേക്ക് ഷോർ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റി. തൃശ്ശൂരിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാടായ നാട്ടികയിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല പല കാരണങ്ങളാൽ. പ്രധാനപ്പെട്ട പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. പക്ഷേ യൂസഫ് അലി, MA യൂസഫ് അലിയുടെ ഒരു രീതി അനുസരിച്ച്, മനോഭാവം അനുസരിച്ച് ഏത് ഗവൺമെൻറ് ലോകത്തിൽ എവിടെ ഭരിച്ചാലും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സ്വാധീനമുള്ള നാടുകളിലൊക്കെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിനെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റും. അതിനെതിരെ വരുന്ന എല്ലാ തടസ്സങ്ങളെയും അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പണമാണ്. പണം കൊണ്ട് മറികടക്കാൻ പറ്റും. പണം കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനും ഇല്ല. പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കോടതി വിധിയുമില്ല. പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു നിയമനിർമ്മാണം, എല്ലാ പാരിസ്ഥിതിക, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, എറണാകുളത്തെ ലുലു മാളിൻ്റെ അലൈൻമെൻറ്റ് വലിയ പ്രശ്നമായിരുന്നില്ലേ? അതെ. മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും, എല്ലാ പാർട്ടിയിലെ എല്ലാ ഗ്രൂപ്പുകളും ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളായി ആയിത്തീരുകയാണ്. എന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് ഇവിടെ ലുലു മാൾ വന്നപ്പോൾ എറണാകുളം സിറ്റിയുടെ അലൈൻമെൻറ്റ് തീരുമാനിച്ചത് യൂസഫ് അലിയാണെന്ന് ആരോപണം വന്നു. ഇവിടെ ബോൾഗാട്ടി പാലസ് അദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുത്തു. നിസാര വാടകയ്ക്ക് പാട്ടത്തിന് കൊടുക്കുന്നു. വാടക ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. അത് ദീർഘകാലത്തേക്കുള്ള പാട്ടമാണ്. മാത്രമല്ല അവിടെയാണ് അദ്ദേഹം ഹയാത്ത് റീജൻസി, അവിടെയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും വന്ന് അടയിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ മാറുകയാണ് അദ്ദേഹം. പക്ഷേ ജന്മനാട്ടിൽ ഒരു വലിയ തിരിച്ചടി അദ്ദേഹത്തിന് വന്നു. അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ, ദുർബലരായ, താഴേ തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇതിനെതിരെ നിന്നത്. ഇപ്പോൾ പുഴക്കൽ പാടം എന്ന് പറഞ്ഞാൽ സിനുജിക്ക് അറിയായിരിക്കും. തൃശ്ശൂരിലെ ഏറ്റവും വലിയ, തൃശ്ശൂരിലെ ഇന്ത്യയിലേക്ക് തന്നെ വൻകിട നഗരങ്ങളിൽ, ഷോപ്പിംഗ് നഗരങ്ങളിൽ ഒന്നാണ് ശോഭ സിറ്റി. അതെ. അപ്പോൾ അവർ ഗുർഗാവോണിൽ, ഹരിയാനയിൽ പലയിടത്തും ഉണ്ട്. അവർക്ക് നോർത്ത് ഇന്ത്യയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയതാണ് ശോഭ സിറ്റി. 55 ഏക്കറാണ്. ഒന്നാലോചിച്ചു. പുഴക്കൽ പാടം എന്ന് പറഞ്ഞാൽ അതിന് പേര് തന്നെ, അത് കണ്ടാൽ അറിയാം. വളരെ ദൂരേന്ന് കാണാൻ പറ്റും. കാരണം വിശാലമായ നെൽവയലിന് മധ്യേ 55 ഏക്കർ ഇവരങ്ങനെ വളച്ച് കെട്ടിയിട്ട് അത് മണ്ണിട്ട് നികത്തിയിട്ട് വലിയൊരു സിറ്റി ആവുകയാണ്. അവിടെ വലിയ വില കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങിയിട്ട് താമസിക്കാനും അവർക്ക് വേണ്ട എല്ലാ വിനോദങ്ങൾക്കും, എൻ്റർടൈൻമെൻറ്റ്, എൻജോയ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നെൽപ്പാടങ്ങൾ, ഇതിപ്പോൾ ഗുർഗാവോണിൽ ശോഭ സിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. തൃശ്ശൂരിൽ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അന്നമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നെൽവയലുകളാണ്. അതിനെ മറികടന്നിട്ടാണ് അവർ. അന്നും വലിയ വലിയ വിയോജിപ്പുകൾ ഉണ്ടായതാണ്. പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ഉയർത്തിയതാണ്. ഒരുപാട് പേര് പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു. എല്ലാം അവസാനം അട്ടിമറിക്കപ്പെട്ടു. ശോഭ സിറ്റിക്ക് അനുകൂലമായി വന്നു. ശോഭ സിറ്റി യാഥാർത്ഥ്യമായി. അതേ പാതയിലാണ് ഇപ്പോൾ തൊട്ടടുത്ത് പുഴക്കൽ പാടത്തോട് ചേർന്ന് 55 ഏക്കർ അവർക്ക് നിരത്താമെങ്കിൽ എനിക്കെന്താ 500 ഏക്കർ നികത്തിക്കൂടെ? ഇതാണ് യൂസഫ് അലി മുതലാളിയുടെ നയം. അദ്ദേഹം അതിനുവേണ്ടി ശ്രമം നടത്തി. എല്ലാതരം അനുമതിയും അദ്ദേഹം നേടിയെടുത്തു. ഏതുവരെ? അത്രയും സ്ഥലം ലുലു മാളിന് അവിടെ ആവശ്യമുള്ള, തൃശ്ശൂരിലെ പുഴക്കൽ പാടത്ത് ആവശ്യമുള്ള നെൽവയൽ മുഴുവനും നികത്തിയെടുക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് അവിടുത്തെ തഹസിൽദാർ വരെ ഉത്തരവിട്ടു. തഹസിൽദാർ ആരാണ്? റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI മന്ത്രി K രാജനാണ്. K രാജൻ തൃശ്ശൂർക്കാരനാണ്. CPI ആണെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി വലിയ മുറവിളി കൂട്ടുന്ന പാർട്ടിയുമാണ്. CPM-നേക്കാൾ വികസനത്തെക്കാളും പ്രധാനമാണ് പരിസ്ഥിതി എന്ന് വാദിക്കുന്നവരാണ്. അങ്ങനെ നയം സ്വീകരിച്ചവരാണ്. പരിസ്ഥിതിക്ക് വേണ്ടി വലിയ ഒച്ച വെച്ചിരുന്ന ഒരാളാണ് നമ്മുടെ കൃഷിമന്ത്രി P. പ്രസാദ്.
ഇപ്പം അദ്ദേഹവും പരിസ്ഥിതി തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നത് അദ്ദേഹത്തിന് പോലും അറിഞ്ഞുകൂടാ. അദ്ദേഹം വികസനത്തിൻ്റെ വലിയ വക്താവാണ്, പരിസ്ഥിതിയുടെ വലിയ വിരുദ്ധനുമാണ്. ഇത് വലിയ ദുരന്തമാണ്. സത്യത്തിൽ CPI-ക്കാരുടെ ഒരു ദയനീയ അവസ്ഥ അതാണ്. അധികാരത്തിലെത്തുന്നത് വരെ CPI-യുടെ എല്ലാ മന്ത്രിമാരും പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കും. പഴയ ഒരു വനം മന്ത്രിയാണ് ഇപ്പോൾ CPI-യുടെ സെക്രട്ടറി. ബിനോയ് വിശ്വം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു മരം എവിടെയെങ്കിലും മുറിക്കുന്നു എന്ന് കേട്ടാൽ അദ്ദേഹം ആ മരത്തെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും മോശം വനം മന്ത്രിയായി രേഖപ്പെടുത്തപ്പെട്ടു, വനം സംരക്ഷിക്കുന്നതിൽ ഒട്ടും. മാത്രമല്ല, ഈ തണ്ണീർത്തട സംരക്ഷണം ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്ന മന്ത്രിയാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിൻ്റെ കാലത്താണ് ഈ കോലാഹലം. ആരാ പരാതി കൊടുക്കുന്നത്? തഹസിൽദാർ, ഈ പുഴക്കൽ, തൃശ്ശൂരിലെ തഹസിൽദാർ പുഴക്കൽ പാടം നികത്താൻ യൂസുഫ് അലിക്ക് അനുമതി കൊടുക്കാൻ വേണ്ടി ചെയ്ത പണി എന്താ അറിയോ? ആ പ്രദേശത്തെ ഡാറ്റാ ബാങ്കിൽ നിന്ന് നീക്കി. എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പിൻ്റെ ഡാറ്റാ ബാങ്കിൽപ്പെട്ട പ്രദേശങ്ങൾ പരിസ്ഥിതി പ്രധാനമായതുകൊണ്ട് അവിടെ മണ്ണിട്ട് നികത്താൻ പാടില്ല, ഒരാവശ്യത്തിന് നികത്താൻ പാടില്ല, വ്യവസായത്തിനോ വിദ്യാഭ്യാസത്തിനോ ഒന്നിനു വേണ്ടി നികത്താൻ പാടില്ലാത്ത പ്രദേശങ്ങളാണ് നമ്മൾ ഡാറ്റാ ബാങ്കിൽ ഉണ്ടാവുക. ഡാറ്റാ ബാങ്കിൽ നിന്ന് നീക്കി. ഡാറ്റാ ബാങ്കിൽ ഈ പ്രദേശം പെടൂലാന്ന് തഹസിൽദാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോഴാണ് ഇത് ഇഷ്യൂ ആവുന്നത്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ലുലു മാളിന് യാതൊരു തടസ്സവും ഇല്ലാതെ ലുലു മാൾ വരും എന്ന് ഉറപ്പായി. ലുലു മാളിന് ആരും എതിരല്ല, അദ്ദേഹം ലോകം മുഴുവൻ കച്ചവടം ചെയ്യുന്നതിനും ആരും എതിരല്ല. പക്ഷേ ഈ പരിസ്ഥിതി നിയമത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ട്, അതും CPI പാർട്ടി തന്നെ ഉണ്ടാക്കി വെച്ചൊരു നിയമം, കേരളം മുഴുവൻ ഇത്രയും കാലം പാലിച്ചു വന്ന ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് രണ്ടാമതൊരിക്കൽ കൂടി ശോഭാ സിറ്റിക്ക് ശേഷം വീണ്ടും ലുലു മാളും വരാൻ തുടങ്ങിയപ്പോൾ ഇനിയും ഇത് സഹിച്ചുകൂടാ. 55 ഏക്കറോ പോയി പുഴക്കൽ പാടത്ത് നിന്ന്, ഇനി ബാക്കിയെങ്കിലും സംരക്ഷിക്കണമെന്ന വാദവുമായി വന്നത് CPI-ക്കാർ തന്നെയാണ്. പ്രാദേശിക CPI നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് TN മുകുന്ദൻ എന്നാണ്. മുകുന്ദൻ കോടതി പോയി. ഇത് കാരണം ഈ പാർട്ടി നയം ആത്മാവിൽ ഏറ്റുവാങ്ങിയ മനുഷ്യരുണ്ട്, സാധാരണക്കാരെ. അവർക്കൊരു മുതലാളി വന്ന് കൈ നിറയെ പണം കൊടുത്താൽ അവരെ പർച്ചേസ് ചെയ്യാൻ കിട്ടൂല. മുകുന്ദൻ ഹൈക്കോടതിയിൽ പോയി. മുകുന്ദൻ്റെ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ തഹസിൽദാരുടെ നടപടി പുനഃപരിശോധിക്കണം. ലുലു മുതലാളി തിരിച്ച് ഇതിൻ്റെ അടിസ്ഥാന നടപടികളിലേക്ക് പോകണം. റവന്യൂ അധികാരികളിലേക്ക് തിരിച്ചു പോകണം, പുതിയ അപേക്ഷ സമർപ്പിക്കണം. എന്നിട്ട് ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഈ ഭൂമി നീക്കം ചെയ്തിട്ട് യൂസുഫ് അലി മുതലാളിക്ക് അനുകൂലമായി ഇട്ട തഹസിൽദാരുടെ ഉത്തരവുണ്ടല്ലോ, അത് പുനഃപരിശോധിക്കണം. ആവശ്യത്തിന് സമയമെടുത്തോളൂ. എന്നിട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട്, പാരിസ്ഥിതികമായ എല്ലാ ആഘാതങ്ങളും പരിശോധിച്ചിട്ട് പുതിയ തീരുമാനം റവന്യൂ വകുപ്പ് എടുക്കട്ടെ, തഹസിൽദാർ എടുക്കട്ടെ, അത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്ന് ഉത്തരവിട്ടു. ലുലു മുതലാളി തൽക്കാലം ഒരു തിരിച്ചടിയാണ്, വമ്പിച്ച തിരിച്ചടിയാണ്. പക്ഷെ ആ സമയത്തുണ്ടായൊരു സങ്കടം പിടിച്ച കാര്യം എന്താണെന്നറിയോ? ഏറ്റവും വലിയ സങ്കടം, പഴയ ബിനോയ് വിശ്വം ഇപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ബിനോയ് വിശ്വം പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ വികസനത്തിനെതിരല്ല, ഞങ്ങൾ അച്യുതമേനോൻ്റെ പാർട്ടിയാണ്, ഞങ്ങൾക്ക് കേരള വികസനം വളരെ പ്രധാനമാണ്. ആരായി പറയുന്നത്? ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ എവിടെയോ യൂസുഫ് മുതലാളി കാണേണ്ടവരൊക്കെ കണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ബിനോയ് വിശ്വം തൊട്ട് P പ്രസാദ് വരെയുള്ളവരൊക്കെ കാണേണ്ടവർ വേണ്ട രീതിയിൽ കണ്ടാൽ പഴയ നയം പുതിയ നയമായി തീരും. അങ്ങനെ നിലപാടുകൾ മാറി മറിയും എന്നതാണ് പ്രശ്നം. മുകുന്ദൻ ഉൾപ്പെടെയുള്ള CPI-യുടെ സാധാരണ തട്ടിലുള്ള സഖാക്കൾ ഇപ്പം ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, എൻ്റെ പാർട്ടി എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? എൻ്റെ പാർട്ടി ഇന്നലെ വരെ പഠിപ്പിച്ച പാരിസ്ഥിതിക പാഠങ്ങൾ എത്ര വേഗമാണ് മുതലാളിമാർക്ക് വേണ്ടി മാറുന്നത്? ഇനി ഒരു ചോദ്യം കൂടി അതിനോടനുബന്ധമായി ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായത് കേരളത്തിൽ? ഒരു കണക്ക് ഈയിടെ ഞാൻ നോക്കി, അത്ഭുതകരമായ കണക്കാണ്. 50 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ 1975 കേരളത്തിലെ നെൽപ്പാടം 2-3 വട്ടം നെല്ല് വിളഞ്ഞിരുന്ന, ഒരു കൊല്ലം 3 വിളവെടുപ്പെങ്കിലും നടത്തിയിരുന്ന നെൽപ്പാടത്തിൻ്റെ അളവ് എത്രയെന്നറിയോ? ഏതാണ്ട് 9 ലക്ഷം ഹെക്ടറാണ്. 9 ലക്ഷം ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു. അത്രയും പാടത്ത് നമുക്ക് ഭൂമി ഉണ്ടായി, നെല്ല് വിളഞ്ഞിരുന്നു. അത്രയും പാടത്തെ നെല്ലായിരുന്നു നമ്മുടെ അന്നം. നമ്മുടെ അന്നം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ വിറ്റഴിക്കാനുള്ള അന്നം ഉണ്ടായിരുന്നു അത്. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എത്ര എത്തി നിൽക്കുന്നതെന്നറിയോ? 9 ലക്ഷം ഹെക്ടർ നെൽവയലുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 2 ലക്ഷം ഹെക്ടർ തികച്ചില്ല. ഇതാണ് സ്ഥിതി. ഈ നിലയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോയി. ഇപ്പം നമുക്ക് എന്താ സ്ഥിതി? നമ്മൾ സാമ്പത്തികമായി വലിയ പുരോഗതി നേടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ അരി കിട്ടാൻ, കഞ്ഞി വെക്കാൻ നമ്മളിപ്പോഴും ആന്ധ്രക്കാരനൊക്കെ തൊഴണം, അവനെ കാത്തു നിൽക്കണം.
ആന്ധ്ര അരി തന്നില്ല എന്നാണ് നമ്മളെ ആക്ഷേപം. നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ പരാതി എന്താ? ആന്ധ്ര അരി കിട്ടിയില്ല, പഞ്ചാബിൻ്റെ അരി കിട്ടിയില്ല, ഇതാണല്ലോ നമ്മുടെ ആക്ഷേപം. എല്ലാവർക്കും കൊടുക്കാൻ മാത്രം അരി വിളയിക്കാൻ, നെല്ല് വിളയിക്കാനുള്ള ഭൂമി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ആരാണ് തകർത്തത് നമ്മുടെ നെൽപ്പാടങ്ങളെ? ഈ ചോദ്യം ഒരിക്കൽ കൂടി വരുന്നുണ്ട് യൂസുഫ് മുതലാളിക്ക് നേരെ. യൂസുഫ് അലി മുതലാളി കച്ചവടം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആളുകൾക്ക് പണി കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? ഞാൻ ഈയിടെ KMCC-ക്കാർ, മുസ്ലിം ലീഗിൻ്റെ വിദേശ പ്രവാസി സംഘടനയുണ്ടല്ലോ, അവർ പ്രസിദ്ധീകരിച്ച ഒരു രേഖ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് അദ്ദേഹം എവിടെയൊക്കെ മാള് തുടങ്ങിയിട്ടുണ്ടോ, ഏറ്റവും ചുരുങ്ങിയത് എവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ അദ്ദേഹം മാള് തുടങ്ങിയിട്ടുണ്ടോ, ഏറ്റവും ചുരുങ്ങിയത് ആ പരിസരത്തെ 100 ചെറുകിട കച്ചവടക്കാരെങ്കിലും പൂട്ടിപ്പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരെങ്കിലും ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രയായി? 3000 പേർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടാണ് ഇയാൾ ഓരോ മാളും തുടങ്ങുന്നത്. 3000 ജനുവിനായ ആളുകൾ, അധ്വാനിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളുടെ കട പൂട്ടിച്ചിട്ടാണ്, ഉപജീവനം പൂട്ടിച്ചിട്ടാണ് ഇയാൾ ഒരു വലിയ മാള് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ലോകം മുഴുവൻ സ്ഥാപിച്ച മാർക്കറ്റുകളുടെ പരിസരത്ത് ഉപജീവനം നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട, നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്ന പാവങ്ങളായ എത്ര പ്രവാസികളുണ്ടാവും? അതിൻ്റെ കണക്കാരെങ്കിലും എടുത്തിട്ടില്ല. ഇനി യൂസുഫ് അലി മുതലാളി കൊടുക്കുന്ന ജോലി എന്താ? ഞാൻ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഞാൻ തൊഴിൽ ദാതാവാണ്. ഏത് പണിയാണ് കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് പണിയാണ് കൊടുക്കാനുള്ളത്? സ്കിൽഡ് ലേബർ എന്തെങ്കിലും ഉണ്ട് അയാളുടെ കയ്യിൽ? നമ്മുടെ കുട്ടികൾ പുതിയ വിദ്യാഭ്യാസം നേടി വലിയ സാങ്കേതിക മേന്മയുള്ള തൊഴിൽ സമൂഹമാണല്ലോ കേരളത്തിൻ്റെ സമൂഹം. ആ സമൂഹത്തിൽ എന്ത് പണിയാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്? അദ്ദേഹം ആകെ കൊടുക്കുന്നത് ഈ ലേബർ ജോലിയാണ്. സെയിൽസ്മാൻ്റെ പണി, ട്രോളി ഉന്തുന്ന പണി, കയറ്റിറക്ക് പണി അല്ലേ? ഈ പണിയാണ് കൊടുക്കുന്നത്. ആ പണി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തെ പോലെ ഇത്രയും കുറഞ്ഞ നിരക്കിൽ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ശമ്പളം കൊടുക്കുന്ന പ്രവാസി വ്യവസായി അദ്ദേഹമാണ്. മാത്രമല്ല വലിയ പീഡനമാണ് അദ്ദേഹത്തിന്. തൊഴിൽ പീഡനത്തിനെതിരായി എത്രയോ തൊഴിലാളികളുടെ പരാതി പലയിടത്തും വന്നതാണ്, എത്രയോ തവണ വന്നതാണ്. പിന്നെ ഒരു തൊഴിലെടുക്കുമ്പോൾ വിദേശത്തുള്ള വലിയ സൗകര്യം എന്താണെന്നറിയോ? സ്പോൺസറെ മാറ്റാൻ പറ്റും. ലുലുവിൻ്റെ വിസയിൽ ചെന്ന ഒരാൾക്ക് ഒരു 6 മാസം പണിയെടുക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി അപ്പുറത്ത് ഓഫർ വന്നാൽ വിട്ടു പോകാൻ പറ്റും. സ്പോൺസർഷിപ്പ് മാറിക്കൊടുക്കാം. ലുലു മുതലാളി കൊടുക്കൂല. വിസ കൊടുത്ത് അദ്ദേഹം കൊണ്ടുപോകുന്ന ആൾ ഒന്നുകിൽ നിനക്ക് വിട്ടുപോകാം, അവന് വേറെ സാധ്യതയില്ല. അതുകൊണ്ട് തൊഴിലാളി പീഡനം, യൂസുഫ് അലി മുതലാളിയുടെ തൊഴിലാളി പീഡനം കൂടി ചർച്ചക്കെടുക്കേണ്ടതാണ്. യൂസുഫ് അലി മുതലാളിയുടെ തൽക്കാലം ഇപ്പോൾ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് യൂസുഫ് അലി മുതലാളിയുടെ പരിസ്ഥിതി പീഡനമാണ്. അത് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. തൃശ്ശൂരിലെ പാവപ്പെട്ട സഖാക്കൾ പൊരുതുന്നു. ആരോടൊപ്പം എന്ന ചോദ്യത്തിന് കേരളത്തിൻ്റെ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും യൂസുഫ് അലി മുതലാളിയുടെ പണത്തിളക്കത്തിൽ കണ്ണഞ്ചിച്ചു പോകാൻ പാടില്ല. ആരുടെ കൂടെ എന്ന ചോദ്യത്തിന് യൂസുഫ് അലിയുടെ കൂടെ എന്ന് ബിനോയ് വിശ്വം മറുപടി പറയുമ്പോൾ പി പ്രസാദും കെ രാജനും അത് പറയുമെങ്കിൽ തീർച്ചയായിട്ടും മലയാളി അത് പറയില്ല. പ്രകൃതി സ്നേഹമുള്ള മലയാളി, മനുഷ്യ സ്നേഹമുള്ള മലയാളി തീർച്ചയായിട്ടും ആരോടൊപ്പം എന്ന ചോദ്യത്തിന് TN മുകുന്ദൻ എന്ന പാവപ്പെട്ട പോരാളിയുടെ കൂടെ എന്ന് പറയേണ്ടി വരും. അതാണ് തൃശ്ശൂരിലെ ലുലു മുതലാളി നേരിടുന്ന ഏറ്റവും പുതിയ സംഘർഷം. നമുക്ക് തീർച്ചയായും ആ സംഘർഷം അനിവാര്യമാണെന്ന് വിശ്വസിക്കുകയും മുകുന്ദൻ്റെ പോരാട്ടത്തോട് ഐക്യപ്പെടുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.